നമസ്കാരം. ഗോവയിലെ അൽപോറയിലെ നിശ ക്ലബിലുണ്ടായ തീപിടുത്തത്തിൽ 25 പേർക്ക് ജീവൻ നഷ്ടമായി എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് തീപിടുത്തമുണ്ടായത്. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് അപകട കാരണമെന്നാണ് അധികൃതർ പറയുന്നത്. ബാഗയിലെ ബീർച്ച് ബൈ റോമിയോ ലൈൻ എന്ന ക്ലബിലാണ് തീപിടുത്തമുണ്ടായത്. മരിച്ചവരിൽ ഏറെയും ക്ലബിലെ ജീവനക്കാരാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. സംഭവം നടന്ന ഉടൻ തന്നെ അധികൃതർ സ്ഥലത്തെത്തി. പരിക്കേറ്റവരെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നും മരിച്ചവരിൽ 3 സ്ത്രീകളും 20 പുരുഷന്മാരും ഉൾപ്പെടുന്നു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. മരിച്ചവരിൽ വിനോദസഞ്ചാരികളും അതോടൊപ്പം തന്നെ റെസ്റ്റോറന്റിലെ ജീവനക്കാരും ഉൾപ്പെടുന്നുണ്ട്. ശ്വാസം മുട്ടിയാണ് മിക്കവരും മരിച്ചത്. സംഭവത്തിൽ ഗോവ മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജ്യത്തെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രത്തിലുണ്ടായ അഗ്നിബാധ രാജ്യത്തെ മൊത്തത്തിൽ ഞെട്ടിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തകർ സ്ഥലത്തെത്തി തീ അണയ്ക്കുകയും അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഇക്കാര്യം ഗോവ പോലീസ് മേധാവി അലോക് കുമാർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതുവരെ 23 പേർ മരിച്ചതായി ഗോവ പോലീസ് മേധാവി പറഞ്ഞു. പോലീസും അതോടൊപ്പം തന്നെ അഗ്നിശമന സേനയും ആംബുലൻസുകളും ഉടൻ സ്ഥലത്തെത്തി. തീ ഇപ്പോൾ നിയന്ത്രണത്തിലാണ്. എല്ലാ മൃതദേഹങ്ങളും കണ്ടെടുത്തിട്ടുണ്ട്. ആകെ 23 പേർ മരിച്ചുവെന്നും സംഭവത്തിന്റെ കാരണം പോലീസ് അന്വേഷിക്കുകയാണ്. കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കുമെന്ന് DGP അലോക് കുമാർ പറയുന്നുണ്ട്. അർദ്ധരാത്രിക്ക് തൊട്ടു പിന്നാലെയാണ് പോലീസിന് വിവരം ലഭിച്ചത്. രാത്രി 12:04 പോലീസിന് തീപിടുത്തവുമായി ബന്ധപ്പെട്ട സന്ദേശം ലഭിച്ചതെന്ന് DGP പറയുന്നുണ്ട്. റെസ്റ്റോറന്റിലെ അടുക്കളയിലും പരിസരത്തുമാണ് തീ പടർന്നത്. മൃതദേഹങ്ങളിൽ ഏറിയ പങ്കും കണ്ടെത്തിയും അടുക്കളയുടെ പരിസരത്തായതിനാൽ ഇവരെല്ലാം ജീവനക്കാർ ആണെന്ന വിലയിരുത്തലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്തും MLA മൈക്കൽ ലോവയും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് ഇതിനെ ദുഃഖകരമായ സംഭവമെന്ന് വിശേഷിപ്പിക്കുകയും നിയമവിരുദ്ധമായി ഇത്തരം സ്ഥാപനങ്ങൾ നടത്തുന്നവർക്കെതിരെ കർശനമായ നടപടിയെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഗോവ പോലുള്ള ഒരു ടൂറിസം സംസ്ഥാനത്തിന് ഇത് വളരെ ദുഃഖകരമായ സംഭവമാണ്. ഇത്തരം കാര്യങ്ങൾ നിയമവിരുദ്ധമായി നടത്തുന്നവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും 23 പേർക്ക് ജീവൻ നഷ്ടമായ സംഭവം അതീവ ഗൗരവത്തിലാണ് കാണുന്നതെന്നും സർക്കാർ ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്നും പറയുന്നുണ്ട്. തീപിടുത്തത്തിന്റെ യഥാർത്ഥ കാരണം അന്വേഷണത്തിൽ കണ്ടെത്തുമെന്നും കുറ്റക്കാരെ നിയമപരമായി നേരിടുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. സംഭവം വളരെ വേദനാജനകമാണെന്ന് BJP MLA മൈക്കൽ ലോവോ പറഞ്ഞു. ഗോവയിലെ മറ്റ് എല്ലാ ക്ലബ്ബുകളുടെയും സുരക്ഷ ഓഡിറ്റ് നടത്തേണ്ടതുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അപകടത്തിൽ 23 പേർ മരിക്കുകയും 3 സ്ത്രീകൾക്കും 20 പുരുഷന്മാർക്കും ജീവൻ നഷ്ടമായി എന്നതും ചില വിനോദസഞ്ചാരികളും ഇതിൽ പെടുന്നുണ്ട്. ബാക്കിയുള്ള മിക്കവരും റെസ്റ്റോറന്റിന്റെ ബേസ്മെന്റിൽ ജോലി ചെയ്യുന്നവരാണ്. വിനോദസഞ്ചാരികൾ എപ്പോഴും ഗോവയെ വളരെ സുരക്ഷിതമായ സ്ഥലമായാണ് കണക്കാക്കുന്നത്. എന്നാൽ തീപിടുത്തം വളരെ വേദനാജനകമാണ്. ഇത്തരം സംഭവങ്ങൾ ഭാവിയിൽ ഉണ്ടാകരുതെന്ന് മൈക്കൽ ലോബോ പറഞ്ഞു. ഇത്തരം സ്ഥാപനങ്ങളിലെ വിനോദസഞ്ചാരികളുടെയും തൊഴിലാളികളുടെയും സുരക്ഷ വളരെ പ്രധാനമാണ്. മിക്കവരും ശ്വാസം മുട്ടിയാണ് മരിച്ചതെന്ന് BJP MLA മൈക്കൽ ലോബോ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.